നമ്മുടെ ഫാത്തിമ തഹ്ലിയയ്ക്ക് ഖുർആനിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് എന്തൊക്കെയോ ചില ധാരണ പിശകുകളുണ്ട്. ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഈ ലോകത്ത് അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? എങ്ങനെയാണ് ഇതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക? ആ സ്ത്രീ സ്വാതന്ത്ര്യം ലേശമൊന്ന് എടുക്കട്ടെ. സ്ത്രീകളുടെ അവകാശം ഏതുവരെയാണെന്ന് നമുക്ക് സംശയം തോന്നരുത്. അതുകൊണ്ടാണ് പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമസ്കാരം. അപ്പൊ ശരിയാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി ചരിത്രത്തിലാദ്യമായി ശബ്ദിച്ച ഗ്രന്ഥം ഖുർആൻ തന്നെയാണ്, ഇസ്ലാം തന്നെയാണ്. ഫാത്തിമ തഹ്ലിയ പറഞ്ഞതും ആ കിഴങ്ങനെ എത്ര മാസമാണ് ഗർഭധാരണമെന്ന് പോലും അറിയില്ല. പോട്ടെ, 10 മാസമെങ്കിൽ 10 മാസം എൻ്റെ ഭാര്യ അങ്ങനെയായിരിക്കും. 9 മാസവും 10 ദിവസവുമാണ് സാധാരണ പ്രസവ കാലാവധി. എത്രയാവട്ടെ, ഖുർആൻ പറഞ്ഞതിനെക്കാട്ടിലൊന്നും അല്ലല്ലോ, 6 മാസമാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് ഇപ്പൊ താത്ത പറഞ്ഞതും. അതിനെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് അടിവരെ ഇട്ടിട്ട് കാക്ക ഓർമ്മിപ്പിച്ചത്. ശരി, ഇതുകൂടി കേൾക്കാം. അടുത്ത സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം സ്ത്രീ വിരുദ്ധ പരാമർശമല്ല, മറിച്ച് ഇസ്ലാമിലെ സ്ത്രീ എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുഴുവനും സ്ത്രീ വിരുദ്ധതകളാണ്. അവർക്കത് നോക്കേണ്ട കാര്യമില്ല. ഇസ്ലാം സ്ത്രീകളുടെ പൊതു ഇടങ്ങളിലെ ഇടപെടലിനെ കുറിച്ചിട്ട് എന്തു പറയുന്നു, അതാണ് മതപുരോഹിതന്മാർ പറയുന്നത്. പിന്നീട് മതഗ്രന്ഥങ്ങളിലുള്ള സ്ത്രീ വിരുദ്ധതകൾ നമ്മൾ അന്വേഷിക്കേണ്ടുന്ന വിഷയമാണ്. ചെയ്തതും ഇസ്ലാം വിരുദ്ധമാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കല്യാണ റിസപ്ഷനുകളിലെയും മറ്റ് പൊതുപരിപാടികളിലെയും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ സമസ്തയ്ക്ക് കടുത്ത അതൃപ്തി. ഇസ്ലാമിലെ ഹിജാബ് നിയമം സ്ത്രീകൾ അനുസരിക്കുന്നില്ലെന്നും വിമർശനം. പർദ്ദ കർക്കശമാക്കണമെന്നും ആവശ്യം. ഫേസ്ബുക്കിലൂടെയാണ് സമസ്ത നേതാവിന്റെ കടുത്ത സ്ത്രീ വിരുദ്ധ പരാമർശം. അനഘ ഹാഷനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അനഘ, സമസ്ത എന്ന സംഘടന ഒരു സ്ത്രീ വിരുദ്ധ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ നേതാക്കൾ പലപ്പോഴും ഇത്തരം ശുദ്ധ അസംബന്ധങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും തുടർച്ചയായി നടത്തുന്നതാണ്. പക്ഷേ ഇത് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള പരാമർശമാണ്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഈ മഹാൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്? അതായത് കല്യാണ റിസപ്ഷന് പെൺകുട്ടികൾ പാട്ട് പാടുന്നത് ശരിയല്ല, പെൺകുട്ടികൾ അന്യ പുരുഷന്മാരുടെ കൈക്ക് പിടിക്കുന്നത്, അതായത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഈ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകണം എന്നാണോ ഈ ജിഹാദികൾ, വർഗീയവാദികൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഫേസ്ബുക്കിലൂടെ? തീർച്ചയായും ഗൗതം, ഇസ്ലാമിലെ മതപണ്ഡിത സഭയാണ് സമസ്ത. ഈ സമസ്തയിലെ പ്രമുഖ യുവജന സംഘത്തിന്റെ നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. അതായത് സമസ്തയിലെ പുതുതലമുറയെ, യുവത്വത്തെ നയിക്കേണ്ട ഒരു നേതാവാണ്. ആ നേതാവിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം, തികച്ചും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് വഴിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അന്യ പുരുഷന്മാർക്ക് ഹസ്തദാനം ചെയ്യാനും അതേപോലെ അവരെ ആലിംഗനം ചെയ്യാനും ലജ്ജയില്ലാത്ത സ്ത്രീകൾ എന്നാണ്. അതായത് സ്ത്രീ സമൂഹത്തെ, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീകളെ മുഴുവൻ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ്. അതായത് അന്യ പുരുഷന്മാരെ ആലിംഗനം ചെയ്യുന്നതിനും ഷെയ്ക്കൻഡ് കൊടുക്കുന്നതിനും സ്ത്രീകളെ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്ന്, മത സ്റ്റേജുകളിൽ പോലും, അതായത് ഇസ്ലാമിന്റെ പല മതപരമായ പല പരിപാടികളിലും ആ സ്റ്റേജുകളിൽ പോലും പുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മതത്തിന്റെ വേദികൾ, മതപരിപാടികൾ നടത്തുന്ന വേദികൾ, ആ വേദികൾ സ്ത്രീകൾ എന്തിനാണ് പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. അതായത് മതവേദികളിൽ സ്ത്രീകൾ നിഷിപ്തരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായി അദ്ദേഹം പറയുന്നത് ഇസ്ലാമിലെ ഹിജാബ് നിയമം അതിപ്പോൾ ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ, 2026 വരുമ്പോൾ പല സ്ത്രീകളും, ഇസ്ലാമിലെ സ്ത്രീകളും അത് അനുസരിക്കുന്നില്ല. ആ ഹിജാബ് നിയമം അത് കർശനമായി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഈ ഹിജാബ് ഒക്കെ കർശനമായി നടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് താലിബാനാണ്. ആ താലിബാനിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കർക്കശമായ നിയമങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. അതേ നിയമം അല്ലെങ്കിൽ അതേ ഹിജാബ് നിയമമൊക്കെ ഇന്ന് ഈ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾക്ക് മേലും അടിച്ചേൽപ്പിക്കണം, അവർ അത് പിന്തുടർന്ന് പോകണമെന്നാണ് സമസ്തയിലെ യുവജന സംഘമായിട്ടുള്ള SYSന്റെ നേതാവ് പരസ്യമായി വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ്. തികച്ചും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ്. മാത്രമല്ല സമസ്തയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ വലിയ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടി അധിക്ഷേപിച്ച്, അതായത് ഒരു പെണ്ണായതിന്റെ പേരിൽ അധിക്ഷേപിച്ച് ഇറക്കിവിട്ട ഒരു സമസ്തയെ നമ്മൾ കണ്ടതാണ്. കേരളം മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്തതാണ്. അതേ സമസ്തയിലെ യുവജന സംഘത്തിന്റെ നേതാവ് കൂടിയായിട്ട്
കൂടിയായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഇത്തരത്തിലുള്ള തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ മതപണ്ഡിത സഭയായ സമസ്തയിലെ നേതാക്കളെ വലിയ രീതിയിൽ. പക്ഷേ അനഘ, ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യം, ഇത്തരം പച്ചയായ സ്ത്രീ വിരുദ്ധത വിളിച്ചു പറയുമ്പോൾ നോക്കൂ, ഇവിടെ ഫെമിനിസത്തെ പറ്റി വലിയ തോതിൽ തള്ളിമറിക്കുന്ന കുറെ സ്ത്രീപക്ഷ നേതാക്കന്മാരൊക്കെ ഉള്ളൂ. ഇവരെല്ലാം ഇടതുപക്ഷത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇവരൊന്നും ഈ വിഷയത്തിൽ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് സെലക്റ്റീവായി പ്രതികരിക്കുന്ന ഈ സാംസ്കാരിക നായകരുണ്ട്, അവരോടാണ് പുച്ഛം തോന്നുന്നത് ഈ സമയത്ത്. അതായത് ഇത്തരം മതപണ്ഡിതന്മാർ തുടർച്ചയായി ഇത്തരത്തിൽ വൃത്തികേടുകൾ വിളിച്ചു പറയുകയാണ്. പർദ്ദ ധരിക്കണം, 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പച്ചയ്ക്ക് പറയുന്നു. പെൺകുട്ടികൾ കല്യാണ റിസപ്ഷന് പാട്ട് പാടുന്നത് തെറ്റാണ്, ഗാനമേളയിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇവരെവിടെയാണ് ഈ ഫെമിനിസം വിളിച്ചു പോകുന്ന കുറെ പേരുണ്ടല്ലോ കേരളത്തിൽ? ഇവരെവിടെ പോയി കിടക്കുക? അത് തുറന്നു പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നൂർബിന റഷീദിന് കളം മാറ്റി ചവിട്ടേണ്ടി വരില്ലേ? ഫാത്തിമ തഹ്ലിയയ്ക്ക് MLA സ്ഥാനം പോകത്തില്ലേ? അങ്ങനെ കുറേയധികം ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ വിഷയം തുറന്നു പറയാൻ പറ്റുമോ? നമ്മൾ കൂടി അതൊന്ന് മനസ്സിലാക്കണ്ടേ? കാരണം അവരിതൊക്കെ ആസ്വദിക്കുമല്ലേ, ഇവിടുത്തെ മതേതരത്വം ആസ്വദിക്കുകയും. എന്നാൽ ഇവരുടെ വേദികളിൽ മത തീവ്രവാദം പറയുകയും ചെയ്താലല്ലേ അവർക്ക് ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കാൻ പറ്റും. നമ്മളത് കണ്ടു. തീർച്ചയായും ഗൗതം, അതായത് എന്ത് വിഷയത്തിലും, അതായത് ഇത്തരം ചില വിഷയങ്ങളിൽ മാത്രം സെലക്റ്റീവായി പ്രതികരിക്കുന്ന ചില ഇടതുപക്ഷ നിരീക്ഷകരും അനുഭാവികളും ഒക്കെയാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന, ഊപ്പിയിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ, ചില സാമൂഹിക നവോത്ഥാന നായകന്മാരെ മാത്രമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുക. അതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് തികച്ചും സ്ത്രീകളെ അവഗണിക്കുന്നവരെ രണ്ടാം കിട പൗരന്മാരായി കണ്ടുകൊണ്ട് മാറ്റി നിർത്തേണ്ടവരാണ് ഇവിടെയുള്ള ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന് പരസ്യമായി വന്ന് ഒരു സമസ്ത പോലുള്ള ഒരു സംഘടനയിലെ നേതാവ് പറയുന്നു. ആ പറഞ്ഞ് അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പോലും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ കേരളത്തിലെ ഒരു നവോത്ഥാന ഇടത് സഹയാത്രികർക്കോ മറ്റുള്ളവർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ചില അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രം നടത്തുന്നവരാണ് ഇവർ എന്നുള്ളതാണ് ഗൗതം. ഓക്കെ അനഘ, എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ പ്രസ്താവനയാണ് സംസ്ഥാന നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം വീണ്ടും നടത്തുകയാണ് സംസ്ഥയുടെ ആളുകൾ. പുരുഷന്മാരും ഹസ്തദാനം ചെയ്യുന്നത്, സ്ത്രീകൾ പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമാണ് എന്നാണ്. ഇസ്ലാം മതം 3 നേരവും പാരസിറ്റമോളിന്റെ ഗുളിക പോലെ കലക്കി കുടിക്കുന്ന ആളുകളിൽ നിന്ന് ഇതല്ലേ വരും? ഇസ്ലാം അടിമുടി സ്ത്രീ വിരുദ്ധമാണ്. അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ ഊളിയിടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഷിദ PVയോട് ചോദിക്കണം, മോളെ നീ സമർത്ഥമായി പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് മോളെ നിന്റെ മതം ഒരു സമ്മാനം വാങ്ങാൻ, ഒരു വേദിയിൽ കയറാൻ നിന്നെ അനുവദിക്കാത്തത് എന്ന് ചോദിക്കണം. അപ്പോ സമസ്തയുടെ യുവജന നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആദ്യമായിട്ടല്ല ഇസ്ലാമിക നിയമം പറയുന്നത്. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ വിരുദ്ധമാണല്ലോ. അന്യപുരുഷന്മാർക്ക് ഹസ്തദാനം നൽകരുത്, അവരെ ആലിംഗനം ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ലജ്ജയില്ലാത്ത സ്ത്രീകൾ ഇസ്ലാമിലുണ്ട്. ഹിജാബ് നിയമം അവരനുസരിക്കുന്നില്ല. അമ്പലക്കടവ് ഫൈസി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മത സ്റ്റേജുകളിൽ പോലും പരപുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകളില്ലേ? ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നബി പറഞ്ഞതുപോലെ ആളുകളെ പിടിച്ച് ഭൂമി വിഴുങ്ങുമെന്നും യുവജന നേതാവിന് പറയാതിരിക്കാൻ പറ്റുമോ? ഫേസ്ബുക്കിലൂടെയാണ് ജൂതനുണ്ടാക്കിയ, നബി ഉപയോഗിച്ചിട്ടില്ലാത്ത, നബി പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് അമ്പലക്കടവ് ഫൈസി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഹറാമാണ്. ശരി, പോട്ടെ. അപ്പോ SYS നേതാവിന്റെ സ്ത്രീ വിരുദ്ധത കേരളം മുഴുവൻ ഒന്ന് കേൾക്കട്ടെ. മുസ്ലിം സ്ത്രീകൾ പാട്ടുപാടുന്ന കാലമുണ്ടായാൽ ആളുകളെ ഭൂമി പിടിച്ചു വിഴുങ്ങുമെന്നും മനുഷ്യരെ കുരങ്ങുകളായും പന്നികളായും രൂപം മാറ്റുമെന്നും നിന്യന്മാരായ കുരങ്ങുകളായി ഞാൻ അവരെ മാറ്റുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞതനുസരിക്കാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതാ. ഇതുമായിട്ട് ബന്ധമുള്ള ടോപ്പിക് അല്ലത്. അപ്പൊ ആകാശത്ത് നിന്ന് കല്ലേറുകൾ വരുമെന്നും നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത്. വിവാഹങ്ങൾക്ക് ഗാനമേള, കല്യാണ സദസ്സുകളിലേക്ക് ചെന്നാൽ സ്വീകരിക്കാൻ കൈകൂപ്പി നിൽക്കുന്ന സുന്ദരികളായിട്ടുള്ള വനിതാരത്നങ്ങൾ, പാവപ്പെട്ടവന്റെ വൃക്ക മാറ്റിവെക്കാൻ ഫണ്ടിനു വേണ്ടി ഇശൽ നൈറ്റ് റിസപ്ഷനിസ്റ്റ് ആകാൻ സുന്ദരികളായിട്ടുള്ള കൗമാരക്കാരികൾ, സ്കൂൾ തലം തൊട്ട് തന്നെ പാട്ടുപാടാൻ അറിയുന്ന നമ്മുടെ പെൺകുട്ടികളെ പരിശീലിപ്പിച്ച് നാം അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുന്നു എന്നതാണ് കാക്ക കരയുന്നത്. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞാടുന്നത് നമ്മുടെ പെൺമക്കൾ. അതെ,
മതസ്റ്റേജുകളിൽ പോലും പരപുരുഷന്മാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ, അന്യപുരുഷന്മാർക്ക് ഹസ്തദാനം നൽകാനും അവരെ ആലിംഗനം ചെയ്യാനും ലജ്ജയില്ലാത്ത നമ്മുടെ സ്ത്രീകളോ, 50 വർഷം മുമ്പ് പർദ്ദയില്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു കുട കയ്യിൽ കരുതുകയും അന്യപുരുഷന്മാർ ശ്രദ്ധയിൽപ്പെട്ടാൽ കുട കൊണ്ട് മുഖം മറയ്ക്കുകയും ഇസ്ലാമിലെ ഹിജാബ് നിയമം സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറയാണ് ഈ വലിയ രൂപത്തിലുള്ള മാറ്റത്തിന് വിധേയമായത് എന്നാണ് കാക്ക കരയുന്നത്. ഇങ്ങനെ പോകുന്നു യുവ നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് SYSന്റെ നേതാവ് കരയുന്നത്. ഇതേത് ഗണത്തിൽ വരുമായിരിക്കും? കാണുന്നില്ല അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് മാത്രമല്ല, മർക്കസിലെ ഉറൂസ് അടക്കമുള്ള ഒരുപാട് വിഷയങ്ങളിൽ AP കാന്തപുരവും മകനും ഇരിക്കുന്ന വേദിയിൽ വിദേശ സ്ത്രീകൾ വന്നിരിക്കുന്നതും അവരെ ഹസ്തദാനം ചെയ്ത് സ്വീകരിക്കുന്നതുമായിട്ടുള്ള അനേകം ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇവരെ കുറിച്ചിട്ട് ഒരാളെടുക്കുന്ന ഒരു പോസ്റ്റാണ്. ഫാത്തിമ തഹ്ലിയ നല്ല ആക്റ്റീവാണ്, അവർ ജയിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പറയുമ്പോഴെല്ലാം പറയണമല്ലോ, ആളിത്തിരി ഓവറാണ്. ചിലപ്പോൾ താൻ ആരാണെന്നും ആരെ പ്രതിനിധീകരിക്കുന്നു എന്നും തൻ്റെ പ്രവൃത്തികളുടെ ഇമ്പാക്റ്റ് എന്താകുമെന്നും ഫാത്തിമ മറന്നു പോകും. സുഹ്റ മമ്പാടിനെ പോലെ വിശ്വാസവും സംസ്കാരവും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പെരുമാറാനുള്ള അറിവോ പരിശീലനമോ പക്വതയോ നേടിയിട്ടുണ്ടാവില്ല. കളികൾ എന്തൊക്കെയാണെങ്കിലും അത് ഏതളവ് വരെ ആവാമെന്നും ന്യൂജൻ പെൺകുട്ടികളെ പോലെ ഫാത്തിമയ്ക്കും അത്ര പിടിയില്ലെന്ന് തോന്നുന്നു. തലയിൽ വരിഞ്ഞു മുറുക്കിയ തട്ടം മാത്രമല്ല കാര്യം, ആ തട്ടം മുന്നോട്ട് വെക്കുന്ന സംസ്കാരവും പ്രധാനമാണ്. ആൾക്കൂട്ടത്തിൽ ആവേശത്തിനൊത്ത് തള്ളാം തുള്ളാനും തോന്നും. പക്ഷേ താൻ ആരാണ് എന്ന ബോധ്യത്താൽ സ്വയം നിയന്ത്രിതയാവേണ്ടതുണ്ട്. ഒരു ഇസ്മയിൽ എന്ന് പറയുന്ന വ്യക്തി എഴുതുന്നതാണ്. ഹരിതയുടെ നേതാവായ ഒരു യുവതി മഹറായി ആവശ്യപ്പെട്ടത് ലൈംഗിക അരാജകത്വം കുത്തിയൊഴുകുന്ന ഒരു പുസ്തകമാണ്. ഇൻസെസ്റ്റും സ്വവർഗരതിയും ആഘോഷമാക്കിയ പുസ്തകം. എനിക്കത് അസഹ്യമായി തോന്നി. ഞാൻ അവരെ വിളിച്ചു. അതിന്റെ സാഹിത്യ ഭംഗി അപാരമാണ്, അതുകൊണ്ട് ഞാനത് ആവശ്യപ്പെട്ടതെന്നും വേറെ ഒന്നും ആലോചിച്ചില്ലെന്നും അവർ പറഞ്ഞു. ഏതായാലും മുസ്ലിം ലീഗിലെ പുതിയ തലമുറയോട് പണ്ട് CH പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. മുസ്ലിം ലീഗിന് ഒരു സംസ്കാരമുണ്ട്, അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. പറയാതെ വയ്യല്ലോ. ആ സംസ്കാരം എന്താണ് എന്ന് ഇന്ന് അമ്പലക്കടവ് ഫൈസി പറഞ്ഞല്ലോ. മതി. നന്ദി.